പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായനേക്കും.
സകലതിനെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധന സുധകരം ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തോടെ വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീക്കും. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാരത്തിനായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയെ തലയിൽ കൈകൾ വെക്കണം. അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. കുറെ രക്തം എടുത്ത സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള വെളിച്ചത്തിൽ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിക്കലുള്ള ഗ്രഹങ്ങളിലേക്ക് കൊണ്ടൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവൻ എടുത്ത് വെളിച്ചത്തിൽ വിശേഷിപ്പിക്കണം. പാപപരിഹാരത്തിലുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെ തിരിച്ചിരിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം തിരിച്ചിരിക്കണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ തിരിച്ചതുപോലെ തിരിച്ചിരിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. Hallelujah.
അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ നീക്കും. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുകയും അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാത്തിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സമയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. അവൻ എല്ലാത്തിനെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്നാൽ അവനിൽ സർവസമ്പൂർണ്ണതയും വികസിക്കണമെന്ന് ദൈവത്തിന് മനസ്സായി. സമാധാനം നിങ്ങളോടുകൂടെ. മാർക്കോസ് അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനഹൂമിൽ തിരിച്ചറിയുമ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കുവാൻ സ്ഥലം തികയാത്ത നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവനെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമത്തിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത് അവൻ തളർവാദ
അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഉറപ്പുള്ള വിശ്വാസത്തിന് ഉടമകളാകില്ല. ഈശോമിശിഹായെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദര സഹോദരന്മാരെ, പ്രിയ കുടുംബക്കാരെ, സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഉറപ്പുള്ള വിശ്വാസത്തിന് ഉടമകളാകണമെന്ന്. ദയകാലത്തിലാണ് ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന കാലം. വെളിപ്പെടുത്തുന്നതിനായിട്ട് വിശുദ്ധ മർക്കോസ് സുവിശേഷൻ തത്രപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മർക്കോസ് പലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രൈസ്തവർക്കും വേണ്ടി സുവിശേഷം എഴുതിയ സുവിശേഷകരാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ ആരംഭം മുതൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഒരു പ്രളയം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങളാണ് സംഭവിക്കുക. പിശാചുബാധിതനെ സൗഖ്യപ്പെടുത്തുന്നു, ശിവയോന്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. 2-ാം അധ്യായത്തിൽ കടക്കുമ്പോൾ ഉടൻ തന്നെ സുവിശേഷത്തിൽ കാണുക തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് ഇവൻ ദൈവമാണ്, ദൈവികമായ ശക്തി ഉപയോഗിച്ച് അടയാളങ്ങൾ ചെയ്യുവാനായിട്ട് ഇവന് സാധിക്കും എന്ന ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വളർത്തുവാനുള്ള തത്രപ്പാട് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉറപ്പുള്ള വിശ്വാസത്തിന് ഉടമകളാകണമെന്ന്. സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു കഫർനഹൂമിൽ കഴിഞ്ഞാൽ അവന്റെ വചനം കേൾക്കുവാനായിട്ട് ഒത്തിരിയേറെ പേർ അവിടെ കൂടിയിരിക്കുകയാണ്. അകത്തേക്ക് കടക്കുവാനായിട്ട് നിവൃത്തിയൊന്നുമില്ല. സാധാരണ ഒരിക്കൽ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റാരും അകത്തേക്ക് കടക്കരുത് എന്ന ചിന്ത അകത്തുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ഒരിക്കൽ ഞാൻ അകത്തായി പിന്നെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് തളർവാദ രോഗിയെ കിടക്കയുമായി 4 പേർ കൊണ്ടുപോയി വരിക. തീർച്ചയായും അവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കേണ്ട ഒരു ചുമതല അവിടെ കൂടി ഇരുന്നവർക്കുണ്ടായിരുന്നു. എന്നാൽ മറ്റാരും അവരെ വചനം കേൾക്കാൻ പാടില്ല. അവർ തടസ്സമായി നിൽക്കുകയാണ്. മറ്റൊരു പോംവഴിയില്ലാതെ അവനെ അടുത്തെത്തിക്കുവാനായിട്ട് സാധിച്ചാൽ ഇവൻ സൗഖ്യം പ്രാപിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ പുരപ്പുകളിൽ കയറി അവനെ ഇറക്കുകയാണ്. പുരയിലെ മേൽപ്പുര പൊളിച്ച് അവനെ ഇറക്കുകയാണ്. വലിയ വിശ്വാസത്തോടുകൂടി അവരെ ഇറക്കുകയാണ്. സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട് തളർവാദ രോഗിയെ യേശു സൗഖ്യപ്പെടുത്തുകയെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ തളർവാദ രോഗിയെ തിരിച്ചു കൊണ്ടുപോകാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കാമായിരുന്നു. എന്നാൽ അതിനേക്കാൾക്ക് അപ്പുറമായിരുന്നു അവരുടെ വിശ്വാസം. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകുമ്പോഴാണ്, മറ്റൊരു വാക്കിൽ പറഞ്ഞ് യേശുവിന്റെ ചാല എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവൻ ഇടപെടുക. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ തളർവാദ രോഗിയെ അകത്തേക്ക് കടത്തിവിടുവാനായിട്ട് ആരും തയ്യാറല്ല. എന്നാൽ അത്ഭുതങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വിടുവാനായിട്ട് ആർക്കും
മറ്റൊരു വാക്യം പറഞ്ഞ തമ്പുരാനിലേക്ക് എത്തിച്ചേരുവാനാണ് പ്രയാസം. തമ്പുരാനിൽ എത്തിച്ചേർന്നാൽ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാൻ കണ്ട വിശ്വാസം, തമ്പുരാൻ കണ്ട വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ആ 4 പേരുടെയും വിശ്വാസത്തിൽ അപ്പുറത്ത് ആ തളർവാദ രോഗിയിലും വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായും അവനും അവന്റെ വിശ്വാസം പ്രകടിതമാക്കിക്കൊണ്ടായിരിക്കണം അവൻ തന്നെ യേശുവിന്റെ പക്കലേക്ക് എത്തിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അവന്റെ വിശ്വാസം വളരെ വ്യക്തമാണ്. അവനോട് യേശു പറയുകയാണ്, നീ കിടക്കിയുമെടുത്ത് പോവുക എന്ന് പറയുമ്പോൾ അവന് വിശ്വാസം ഉണ്ടായിരുന്നു അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന്. ആ വിശ്വാസത്തോടും ബോധ്യത്തോടുകൂടി അവൻ കിടക്കിയുമെടുത്ത് പോകുവാനുള്ള ധൈര്യവും കിടക്കിയുമെടുത്ത് പോകുവാനുള്ള ബോധ്യവും കാണിച്ച് അവൻ മുന്നോട്ടിറങ്ങുകയാണ്, പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവന് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ് എളുപ്പം? നിന്റെ രോഗങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ എന്നൊരു ചോദ്യം ഈ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്. ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. കാരണം എന്താണ്? പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായോ എന്ന് വ്യക്തമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം വെരിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നിന്റെ രോഗം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ബുദ്ധിമുട്ടാണ്. കാരണം തീർച്ചയായും രോഗി സൗഖ്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കണം. ഇവിടെ ഈശോ പറയുകയാണ്, ദൈവികമായ ഇടപെടലുകൾ കാണിക്കുവാനായിട്ട്, ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് കാണിക്കുവാനായിട്ട്, ദൈവമാണ് ഞാനെന്ന് കാണിക്കുവാനായിട്ട്, പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം നീ കിടക്കിയുമെടുത്ത് പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ദൈവമാണ് എന്ന് അവൻ സ്ഥിരീകരിക്കുകയാണ്. ദൈവിക ശക്തി അവൻ പ്രകടിതമാക്കുകയാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൽ എത്തിച്ചേരുക, ദൈവിക അനുഭവങ്ങളുമായി ജീവിതത്തെ ക്രമീകരിച്ച് മുന്നേറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
വിശ്വാസവും ബോധ്യവും ഞങ്ങൾ നൽകണമേ നമുക്ക് അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിവാഹബോധത്തെയും മരണത്തിനെയും സംസ്കാരത്തെയും ഉദ്ധാനത്തെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വഴി പിതാവായ ദൈവം തന്റെ ചോദ്യാലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനായ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യനായ
ദൈവപിതാവിൻ സ്നേഹമാകും റൂഹാരൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ശരാശര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Hosanna,
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിധാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെഴുത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ തിരിഞ്ഞു പോയി എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മോചിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും ബോധത്തിൽ ശീലമില്ല. കഴിഞ്ഞ ആഴ്ച 10,576 രൂപ, ഹിന്ദി രൂപയാണ് 6,206 രൂപ. സെന്റ് അൽഫോൺസോസ് സെന്റ് സെബാസ്റ്റ്യൻ വീട്ടിലെ കാശ്മീരം 1,390 രൂപ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിമാർക്ക് അധ്യാപകന് 620 രൂപ. സെന്റ് തോമസ് വീട്ടിലെ വാസവരി 5,700 രൂപ.
സെന്റ് ആന്റണീസ് സ്കൂൾ വീട്ടിലെ മാസവരി 6,600 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വീട്ടിലെ മാസവരി 5,900 രൂപ. നാളെ തിങ്കളാഴ്ച രാവിലെ മഠശാലയിലായിരിക്കും വിശുദ്ധ കുർബാന. അതിനെ തുടർന്ന് പരിശുദ്ധാത്മ മഠം വെച്ചിരിക്കുന്നതാണ്. ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന വൈകിട്ട് 6 മണിക്കായിരിക്കും. ബുധനാഴ്ച കുർബാനയിൽ മറ്റുണ്ടായിരിക്കുന്നതല്ല. സെന്റ് ജോസഫ് കുടുംബയിൽ ഉച്ചയ്ക്ക് 4 മണിക്ക് സിജോ ജേക്കബ് വടക്കൻ വസതിയിൽ സമ്മേളിക്കുന്നതാണ്. ഇതുമായി തുടർന്ന് സെനറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൃപാവൃതവും പരിശുദ്ധവും ജീവദായകമായ രഹസ്യങ്ങളെ സമീപിച്ച് ജീവിതം നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഘടനയുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യഭോജനങ്ങൾക്ക് നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായ നീക്കും പ്രത്യാശയായ മിശിഹായേ, സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും ദൈവം